തെരഞ്ഞെടുപ്പ് പ്രചാരണ കുട്ടിക്കലാശത്തിനിടെ പലയിടത്തും സംഘർഷം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കല്ലേറിൽ CR മഹേഷ് MLAയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. നെയ്യാറ്റിൻകരയിൽ KSRTC ബസിന് കേടുപാടുണ്ടായി. മലപ്പുറം കുന്നുമലിൽ പോലീസ് ലാത്തിവീശി. കരുനാഗപ്പള്ളിയിൽ CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ CR മഹേഷ് MLA, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിം തുടങ്ങിയവർക്ക് പരിക്കേറ്റു. വലിയ തോതിൽ സംഘടിച്ച് ആക്രമിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ആക്രമിക്കാൻ വന്ന പ്രവർത്തകരെ, പ്രകോപനപരമായി വന്ന പ്രവർത്തകരെ ശാന്തരാക്കാൻ ഇടപെട്ട സമയത്താണ് പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചത്ത് ഏറ് കിട്ടിയത്, നെഞ്ചത്ത് എറിഞ്ഞത്. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ കുട്ടികൾക്കുൾപ്പെടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പത്തനാപുരത്ത് ഉച്ചഭാഷിണി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും കയ്യാങ്കളിയിലേക്ക് നീണ്ടു. നെയ്യാറ്റിൻകരയിൽ UDF പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ KSRTC ബസിന് കേടുപാടുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാറശാലയിൽ LDF BJP പ്രവർത്തകർ നേർക്കുനേർ വന്നത് സംഘർഷ സാഹചര്യത്തിന് ഇടയാക്കി. തിരുവനന്തപുരം കാരറ്റ് ജംഗ്ഷനിൽ CPIM പ്രവർത്തകർ ശശി തരൂരിന്റെ പ്രചാരണ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തെന്നും പ്രവർത്തകരെ മർദ്ദിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. മാവേലിക്കരയിലും കയ്യാങ്കളി. മലപ്പുറം കുന്നുമ്മലിൽ UDF പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. റൗണ്ടാനയ്ക്ക് മുകളിൽ കയറിയ പ്രവർത്തകരെ താഴെയിറക്കാൻ പോലീസ് പണിപെട്ടു. കൽപ്പറ്റയിൽ UDFന് പിന്തുണയുമായി എത്തിയ DMK പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. ഇടുക്കിയിലും പെരുമ്പാവൂരിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പരാജയഭീതി ബാധിച്ച CPIM വോട്ടെടുപ്പിന് മുൻപേ അക്രമം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 24.